ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ബൊക്കാഷി ബക്കറ്റ് റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ച രീതിയിൽ അത് കമ്പോസ്റ്റ് ആയില്ല എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് താഴെ വന്ന കമൻറ്റുകളിൽ ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റുകളും എന്താണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കമൻറ്റുകൾ. അതിൽ മെയിനായിട്ട് പറഞ്ഞത് ഞാൻ ആ ബക്കറ്റ് നിറയുന്ന രീതിയിലാണ് ഓരോ ബൊക്കാഷി ബക്കറ്റും നിറയുന്ന രീതിയിൽ നിറഞ്ഞു കഴിഞ്ഞിട്ടാണ് അടുത്ത ബൊക്കാഷി ബക്കറ്റ് യൂസ് ചെയ്തത്. പക്ഷെ അതങ്ങനെയല്ല വേണ്ടതെന്നാണ് പറയുന്നത്. 15 ദിവസം അത് നിറഞ്ഞാലും ഇല്ലെങ്കിലും 15 ദിവസത്തെ വേസ്റ്റ് മാത്രമേ ഇടാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ബക്കറ്റ് യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ ചെയ്തൊരു മണ്ടത്തരമായിരുന്നു. ഞാൻ കൂടുതൽ ദിവസങ്ങൾ അല്ലെങ്കിൽ ആ ബക്കറ്റ് നിറയുന്നവരെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തന്ന ആ ഒരു യൂസർ മാനുവൽ എന്നൊക്കെ പറയില്ലേ, ആ ഒരു നോട്ടീസിൽ ബക്കറ്റ് നിറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്നാണ് ഞാനിപ്പോഴും വായിച്ചപ്പോൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ചിലപ്പോൾ ഈ ഒരു രീതിയിലുള്ള തെറ്റ് ചെയ്തതുകൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ നിറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും തന്നെ പറയുന്നത് അതിൻ്റെ 3 ഇരട്ടി മണ്ണോ ചകിരിച്ചോറോ യൂസ് ചെയ്തിട്ട് വേറൊരു ചാക്കിൽ കെട്ടിയിടണം, അല്ലെങ്കിൽ നമ്മൾ മണ്ണിൽ കുഴിച്ചിടുന്ന രീതിയിൽ. നമുക്ക് എല്ലാവർക്കും മണ്ണ് അങ്ങനെ കുഴിച്ചിടാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാവണമെന്നില്ല. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ചാക്ക് കിട്ടാൻ ആ സമയത്ത് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇവിടെ പണ്ട് സിമെൻറ്റ് കൊണ്ടുവന്നൊരു ചാക്ക് അത് കയ്യിലുണ്ടായിരുന്നു. അതിൽ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ വേസ്റ്റും കൂടി ഒരുമിച്ച് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് വേസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു 2 ഇരട്ടി 3 ഇരട്ടി ഒന്നും വന്നില്ല എന്ന് തോന്നുന്നു, ഈ കിട്ടിയൊരു ചട്ടിയിലുള്ള മണ്ണും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് സക്സസ്ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തു. ഇത് 2ാമത്തെ പ്രാവശ്യം ഞാൻ അങ്ങനെ ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ട്. കുറച്ചാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഇയർ ആവുന്നതിന് മുന്നേ ഒരു ബൊക്കാഷി ബക്കറ്റ് കാലിയാക്കിയിട്ട് അടുത്തത് കമ്പോസ്റ്റിങ് നടക്കുക, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക, അടുത്തത് വേസ്റ്റ് അങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇരിക്കുന്ന കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഇനി ആരെങ്കിലും ബൊക്കാഷി ബക്കറ്റ് മേടിക്കാൻ പോയിട്ട് അയ്യോ ഇതപ്പോൾ വർക്കാവില്ല എന്ന് കരുതി പിന്നോട്ട് പോയവരുണ്ടെങ്കിൽ വർക്കാവോ അത് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ എന്ന് പറയാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെറിയ രീതിയിലുള്ള പണിയുണ്ട്. 15 ദിവസം കഴിഞ്ഞാൽ അത് നമ്മൾ പുറത്തോട്ടെടുത്ത് മണ്ണായിട്ടോ അല്ലെങ്കിൽ ചകിരിച്ചോറായിട്ടോ മിക്സ് ചെയ്ത് അതിനുശേഷം കെട്ടിവെച്ചൊരു രണ്ടാഴ്ച ആകുമ്പോൾ തന്നെ ആവുന്നുണ്ട്. 2-3 ആഴ്ചയെങ്കിലും വെക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ബൊക്കാഷി ബക്കറ്റിൻ്റെ വീഡിയോയിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്ന എല്ലാവർക്കും ഒരിക്കലും താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പുറത്തൊരു ബക്കറ്റിൽ കൊണ്ടുവന്നിട്ട് അതുപോലെ കുറച്ച് വേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അത് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. പുറത്തായതുകൊണ്ട് തന്നെ മഴയും കാര്യങ്ങളൊക്കെ കൊള്ളുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചത് ഇങ്ങനെ ഒരു ബക്കറ്റിലാണ് വെച്ചത്. അത് കറക്റ്റായിട്ട് മണ്ണ് എന്നുള്ള രീതിയിലായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് വെള്ളമൊക്കെ വീഴുന്ന കൊണ്ട് അതിൻ്റെ ഒരു ഈർപ്പമുണ്ട്. അല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അത് തന്നെത്താനെ ആ രീതിയിൽ കമ്പോസ്റ്റ് എന്നുള്ള രീതിയിലായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഞാൻ അകത്ത് വെച്ചേക്കുന്ന ചാക്ക് എങ്ങനെയാണ് കെട്ടി വെച്ചേക്കണേന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രാവശ്യം ചെയ്തപ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞതുപോലെ കാണുന്നുണ്ടോ, നന്നായിട്ട് കമ്പോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നമുക്ക് സക്സസ്ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ രീതിയിലൊന്ന് ചാക്കിൽ കെട്ടി വെക്കാനായിട്ടുള്ള ഒരു മെനക്കേട് നിങ്ങൾ ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. കണ്ടോ, നന്നായിട്ട് തരിതരിയായിട്ട് ആ വേസ്റ്റൊക്കെ കമ്പോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോണത് വീണ്ടും നമ്മൾ ആ വേസ്റ്റ് ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. വേറെ മണ്ണുണ്ടെങ്കിൽ വേറെ മണ്ണ് യൂസ് ചെയ്യാം. ഞാൻ വിചാരിക്കുന്നത് ഈ ആയ കമ്പോസ്റ്റിൽ തന്നെ മിക്സ് ചെയ്ത് വെച്ചാലും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് കരുതണു. അതല്ല വേറെ മണ്ണുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയല്ലോ അല്ലേ? ഈ രീതിയിൽ സക്സസ്ഫുള്ളി നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട്. എന്തോരം കാണാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ നന്നായിട്ട് മണ്ണ് പോലെ പൊടിഞ്ഞു. ഇപ്പോൾ കൈയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ കണ്ടോ, കൈയിട്ടെടുത്ത് കാണിച്ചു തരാം. നന്നായിട്ട് നമുക്ക് കയ്യിലൊട്ടാത്ത രീതിയിൽ കമ്പോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടായിരുന്ന കോലമാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. ആ കോലം ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മുടെ ബൊക്കാഷി ബക്കറ്റിൻ്റെ ഇങ്ങനെ ഉണ്ടായിരുന്ന വേസ്റ്റാണ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ?
ഇങ്ങനെ ഉണ്ടായിരുന്ന വേസ്റ്റാണ്. ഞാനിട്ടപ്പോൾ ഇങ്ങനത്തെ കോലമായിരുന്നു കേട്ടോ. അതെ, ഇങ്ങനെ ഉണ്ടായിരുന്ന വേസ്റ്റാണ് ഞാനിപ്പോൾ നേരത്തെ കാണിച്ചതുപോലെ നല്ല പൊടിയായിട്ട് കിട്ടിയേക്കണത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യാത്തതിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു. വേറൊരു ഡൗട്ട് എനിക്കിപ്പോൾ ഉള്ളത്, ഈ ഒരു ബക്കറ്റിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ വേസ്റ്റ്, അല്ലെങ്കിൽ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്, ഈ വേസ്റ്റിനെ എടുത്തിട്ട് പിന്നെ നമ്മൾ പുറത്ത് വെച്ച് മിക്സ് ചെയ്ത് ചാക്കിൽ കെട്ടി വെക്കുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ നേരെ മറിച്ച് മണ്ണ് അല്ലെങ്കിൽ ചകിരിച്ചോറ് ഇതിനകത്തോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ അത് സെറ്റാവുമോ എന്നുള്ളത് ഒരു ഡൗട്ടാണ്. പറഞ്ഞത് ക്ലിയർ ആയോ? ഇതിനകത്തോട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്ത് വെച്ചാൽ എത്രത്തോളം അത് സെറ്റാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ വീണ്ടും ആ ചകിരിച്ചോറ് അല്ലെങ്കിൽ ആ കമ്പോസ്റ്റ് മണ്ണിലോട്ട് തന്നെ കുറച്ച് വേസ്റ്റ് വീണ്ടും മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 2 ആഴ്ച കെട്ടിവെക്കാനായിട്ടാണ് പോണത്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നത് ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് കമ്പോസ്റ്റായി കിട്ടും എന്നുള്ളതാണ്. അല്ലാണ്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങൾ വിചാരിച്ചിരുന്നത് ബക്കറ്റിൻ്റെ അകത്ത് തന്നെ ആവിയായി പോകും എന്നുള്ളതാണോ? അങ്ങനെ അല്ല കേട്ടോ ഞാൻ വിചാരിച്ചത്. ഞാൻ വിചാരിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, താഴെ നമ്മൾ ബൊക്കാഷി ടീ ആയിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ബൊക്കാഷി ടീ ആയിട്ട് നമുക്ക് കിട്ടും. ആ ബൊക്കാഷി ടീ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഡ്രൈ ആയിട്ട് കമ്പോസ്റ്റ് ആവുന്ന രീതിയിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ബക്കറ്റിൻ്റെ അകത്ത് തന്നെ നമുക്ക് മണ്ണിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ കമ്പോസ്റ്റ് ആവുന്ന രീതിയിൽ കിട്ടും എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇത് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ. ഞാനത് ഫുള്ളായിട്ട് ഈ ചാക്കിലോട്ട് ഇട്ടിട്ട് അതൊന്നുകൂടി വേണമെങ്കിൽ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും ആ ചാക്കിൽ തന്നെ കെട്ടി വെക്കും. കുറച്ച് ഞാൻ ഇതിൻ്റെ കൂടെയും വെക്കാമെന്ന് വിചാരിക്കുന്നു. ബൊക്കാഷി ബക്കറ്റിൻ്റെ അകത്ത് തന്നെ കുറച്ച് മണ്ണിട്ടിട്ടും ബാക്കി വേസ്റ്റ് അത് ആവുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്തിരിയും കൂടി അത് യൂസ്ഫുള്ളായിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ചിലപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ടോ അത് ഓക്കെ ആവുന്ന സമയത്ത്, ഞാൻ തുറന്നു നോക്കുന്ന സമയത്തോ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ചവറ് ഞാൻ ഫുള്ള് കമ്പോസ്റ്റ് ആയത് ഞാൻ പുറത്തോട്ട് ഇട്ടിട്ട് അതൊന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. അടിപൊളി നല്ല കമ്പോസ്റ്റായിട്ട് കിട്ടിയ രീതിയിൽ ഇതേ കണ്ടോളൂ കേട്ടോ. നല്ല പൊടി പോലെ കിട്ടിയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് പൊടിയായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് കട്ട് ചെയ്തിടണം എന്നാൽ മാത്രമേ കമ്പോസ്റ്റ് ആവുള്ളൂ എന്ന്. പക്ഷേ ഞാൻ അങ്ങനെ ഭയങ്കര ചെറുതായിട്ട് കട്ട് ചെയ്തൊന്നും ഇട്ടിട്ടില്ല. ഈവൻ നമ്മുടെ ചക്കയുടെ തോല് വരെ അത്യാവശ്യം അതിലിടാൻ പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. വളരെ ചെറിയ പീസായിട്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെയൊന്നും ഇട്ടില്ല എന്നുണ്ടെങ്കിലും എനിക്ക് മനസ്സിലായത് അത്യാവശ്യം ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഭയങ്കര ചെറിയ പീസൊന്നും ഞാൻ ആക്കിയിട്ടില്ല. കണ്ടോ, നല്ല മണ്ണ് പോലെ ആയി വന്നിട്ടുണ്ട്. ഇത്രത്തോളം ലൈറ്റൊക്കെ ക്ലിയർ ആണെന്ന് അറിയില്ല. ഞാനെൻ്റെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ 1-2 കഷ്ണങ്ങൾ ഇതാവാതെയുള്ളത് ചിക്കൻ്റെ ഒരു എല്ല് പോലത്തെ പീസില്ലേ, ചിക്കൻ്റെ എല്ല്, അത് കമ്പോസ്റ്റ് ആയിട്ടില്ല. ആ എല്ലിൻ്റെ ഭാഗം അത് അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ മാങ്ങയുടെ അകത്തുള്ള മാങ്ങാണ്ടി എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനമില്ലേ, അത് അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. കാണുന്നുണ്ടോ മാങ്ങാണ്ടി? ഞാൻ കയ്യിലെടുക്കുന്നില്ല. അപ്പോൾ ഈ രീതിയിലാണ് ഉള്ളത്. ഈവൻ കയ്യിലെടുക്കാനും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഓൾമോസ്റ്റ് മണ്ണെന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് മണ്ണെന്നുള്ള രീതിയിൽ ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ കൂടെ ആ കുറച്ച് വേസ്റ്റ് എടുത്ത് വീണ്ടും ഞാൻ ആ ചാക്കിൽ തന്നെ കെട്ടി വെക്കും. അതുപോലെ തന്നെ ഒരു പരീക്ഷണാർത്ഥം ആ ബാക്കിയുള്ള ആ ബൊക്കാഷി ബക്കറ്റിൽ തന്നെ കുറച്ച് മണ്ണോ അല്ലെങ്കിൽ കുറച്ച് മണ്ണും കുറച്ച് ഈ ഒരു കമ്പോസ്റ്റും കൂടി കൂട്ടിയിട്ട് അതിൽ തന്നെയും വെച്ച് നോക്കും അതാവുന്നുണ്ടോയെന്ന്. അത് സക്സസ്ഫുള്ളാണെങ്കിൽ അടുത്ത പ്രാവശ്യം മുതൽ നമുക്ക് അങ്ങനെയും ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പൊട്ടത്തരാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഈ 2 കാര്യങ്ങളാണ് വിചാരിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് വീണ്ടും കുറച്ച് വേസ്റ്റായിട്ട് മിക്സ് ചെയ്ത്, ശരിക്കും കുറച്ച് വേസ്റ്റായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെയിലത്ത് വെച്ചിട്ടൊക്കെ വെക്കാനാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയൊന്നും ചെയ്തില്ല, പക്ഷെ എന്നാലും അത് ഓക്കെ ആയിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യവും ഞാൻ ആ രീതിയിൽ ഞാൻ മിക്സ് ചെയ്തിട്ട് വീണ്ടും ചാക്കിലോട്ട് നിറയ്ക്കും, കുറച്ച് അതിലോട്ടും വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ആവർത്തന വിരസത കുറച്ചധികം ആയി എന്ന് തോന്നണമല്ലേ, വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. എന്തായാലും എന്നോട് ക്ഷമിക്കുക, നമുക്കിത് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ വേസ്റ്റ് കുറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ബക്കറ്റ് എടുത്തിട്ട് താഴെ വെക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഈ കമ്പോസ്റ്റ്
കുറച്ച് കമ്പോസ്റ്റ് ഞാൻ ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്ത് വെക്കും. ഇത് ഞാൻ പറഞ്ഞു ഇത് എത്രത്തോളം ശരിയാവും എന്നറിയില്ല, പക്ഷെ എന്നാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ്. കുറച്ച് കമ്പോസ്റ്റ് ആ രീതിയിൽ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ കുറച്ച് വേസ്റ്റ് ഞാൻ പുറത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വീണ്ടും ഞാൻ ചാക്കിൽ കെട്ടിയിട്ട് എടുത്ത് വെക്കുകയും ചെയ്യും. അപ്പോൾ രണ്ടും എങ്ങനെയാണ് വരണതെന്ന് നമുക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ടേ അറിയാനായിട്ട് പറ്റുള്ളൂ. എന്നാലും നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചാക്കിൽ വെച്ച് കിട്ടിയിട്ട് എനിക്കത് സക്സസ്ഫുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കുകയാണ്. ആയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ ചാക്കിലോട്ട് തന്നെ ഇത് മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വേസ്റ്റിൽ അല്ലെങ്കിൽ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലോ നമ്മളുടെ വേസ്റ്റ് മാനേജ്മെൻറ്റൊക്കെ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നു മാത്രം കേട്ടോ. ആർക്കെങ്കിലും കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് അയ്യോ പണി കിട്ടി എന്നുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ അതിൽ നിന്നെടുത്ത വേസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ഇതായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും ഞാനൊരു ചാക്കിൽ കെട്ടി വെക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത്. പറഞ്ഞ പോലെ ചക്കയുടെ തോല് വരെ ഇപ്പം ഇതിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഒരു ഉപ്പിലിട്ട മാങ്ങയുടെ ഒരു മണമാണ് ഇതിലുള്ളത്, വല്ലാണ്ട് അഴുകിയ മണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഗ്ലൗസ് മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇപ്രാവശ്യം പറ്റിയില്ല കേട്ടോ കുട്ടിയില്ലേ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇതാക്കി വെച്ച് ഒരു അരമണിക്കൂറോളം വെച്ചതിന് ശേഷം ചാക്കിലിട്ട് വെക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഈ രീതിയിലാണിതുള്ളത്. അപ്പോൾ ഇതും ഞാൻ ചാക്കിൽ കെട്ടി വെക്കുന്നതായിരിക്കും. 2 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ എടുത്ത് എന്താണ് അതിൻ്റെ റിസൾട്ട്, ബക്കറ്റിൽ വെച്ചത് എങ്ങനെയാണ്, ഇതിൻ്റെ അകത്ത് വെച്ചത് എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആയിരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ ഇതിൻ്റെ സാരാംശം ഉദ്ദേശിക്കുന്നത് ചാക്കിൽ കെട്ടി വെച്ച വേസ്റ്റ് അല്ലെങ്കിൽ ആദ്യം നിന്ന് എടുത്ത വേസ്റ്റ് ചാക്കിൽ അതിൻ്റെ 2 ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടി മണ്ണോട് കൂടി വെച്ചത് സക്സസ്ഫുള്ളായിട്ട് കമ്പോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചെടികളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇനി ബൊക്കാഷി ബക്കറ്റിൽ നിന്ന് തന്നെ ആവുമെന്ന് എനിക്കറിയില്ല. അത് ഞാൻ ട്രൈ ചെയ്യാനായിട്ട് അതിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വീഡിയോയുടെ ഒരു സാരാംശം. എല്ലാവർക്കും വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ടൈമാണല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. കുട്ടികൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്, അമ്മേനെ തിരക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹായ്, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.